ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചട്ടിച്ചോറ് കഴിക്കാൻ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ ഒന്നും കിട്ടത്തില്ല. അപ്പം വീട്ടിൽ തന്നെ അത് തയ്യാറാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ടെന്ന് വേണേൽ പറയാം. ഒരുപാട് കറികളൊന്നുമില്ല, ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തങ്ങ് ചെയ്തതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ചട്ടിച്ചോറാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക, എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ ചട്ടിച്ചോറിനായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അതുകൊണ്ട് തന്നെ അത് ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന മീൻ കറിയുടെ ചാറാണ് കേട്ടോ. അപ്പോൾ മീൻ കറി വെച്ചിരിക്കുന്നത് നമ്മുടെ മത്തി നന്നായിട്ട് തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെച്ച മത്തിയാണ്. അപ്പോൾ ആ കറിയിലേക്ക് അത് നമ്മൾ ഓരോ ലെയർ ഇട്ട് ചോറും ഈ മീനിൻ്റെ ചാറും കൂടി ലെയറായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചോറ് ഫുള്ള് ഇട്ടതിന് ശേഷമാണ് നമ്മൾ കറികൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ചോറ് ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയുടെ പകുതി ലെവലിൽ ചോറ് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം 2 പേർക്ക് നന്നായിട്ട് കഴിക്കാം. ഇപ്പം അധികം കഴിക്കുന്നവരല്ലെങ്കിൽ 3 പേർക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ചാറ് ഏറ്റവും മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 2 മത്തിയുടെ കഷ്ണവും കൂടി മീനോടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തോരൻ വെച്ചത് പയറ് തോരനാണ്. നല്ല തേങ്ങയൊക്കെ ഇട്ട് അടിപൊളിയാക്കി തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചു. പിന്നെ ഒരു മെഴുക്കുവരട്ടി വയ്ക്കുന്നത് ബീട്രൂട്ടിൻ്റെ മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അങ്ങനെ അത് വെച്ചു. പിന്നെ നമ്മൾ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വലിയ മീൻ വറുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മോര് കറി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മോര് കറിക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മളതിൽ ഇട്ടിരിക്കുന്ന കുമ്പളങ്ങയാണ്, നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ കുമ്പളങ്ങയാണ്. പിന്നെ നമ്മൾ ഒരു ചമ്മന്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ട വെക്കുന്നുണ്ട്. ഒരു മുട്ട, വലിയ മുട്ട പൊരിച്ച് വെക്കുന്നുണ്ട്. പിന്നെ 2 പപ്പടം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ചെറിയ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ചട്ടിച്ചോറാണ്. വളരെ ടേസ്റ്റി ആയിരുന്നു. ഭയങ്കര എൻജോയ് ആയി. വളരെ ടേസ്റ്റി ആയിരുന്നു. വളരെ അടിപൊളി ഒരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നോൺ വെജ് അധികം ഉൾപ്പെടുത്തിയിട്ടില്ല. ചട്ടിച്ചോറ് വെക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ് കറികളൊക്കെ. അപ്പോൾ ഇനിയും ഒരുപാട് കറികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചട്ടിച്ചോറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ നോൺ വെജ് വേണമെങ്കിൽ നോൺ വെജിൻ്റെ തന്നെ വയ്ക്കാം, വെജിറ്റബിൾസിന് തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ചമ്മന്തി അരച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ചുട്ടരച്ച ചമ്മന്തിയാണ്. അതായത് മുളക് ചുട്ട് തേങ്ങ അരച്ച ചമ്മന്തിയാണ് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരൂടെയാണ് ഇത് കഴിച്ചത്. അങ്ങനെ ആ ഒരു ആഗ്രഹം അങ്ങനെ സാധിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചിക്കനും ഒക്കെ വെച്ചിട്ട് ഒരു ഫുൾ നോൺ വെജിൻ്റെയും കൂടെ വെക്കണമെന്നുണ്ട്. ഈ ഒരു സമയത്ത് മീൻ മാത്രം കഴിക്കാൻ തോന്നിയുള്ളൂ. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഒരെണ്ണം വെച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഓരോ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ ഡിയേഴ്സ്. ബൈ ബൈ. ലവ് യു.